ഓൺലൈവായിട്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്നവരെയും ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷകൾ വീക്ഷിക്കുന്നവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളോട് തുടർമാനമായി പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്ന് പഠിപ്പിക്കുവാൻ, നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് യേശുവിന് നന്ദി പറയുന്നു. പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിന് ഒരുപാട് ആശയ പ്രസക്തികളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ ഒരു മുക്കുവനായിരുന്നെങ്കിൽ കൂടെ പത്രോസ്ലീഹയുടെ ലേഖനത്തെ പഠിതാക്കൾ വിഭജിച്ചിരിക്കുന്നത് ദൈവശാസ്ത്രത്തിൻ്റെ നട്ടെല്ലെന്നാണ്. ബാക്ക് ബോൺ ഓഫ് തിയോളജി, ദൈവശാസ്ത്രത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ലേഖനമാണ് പത്രോസ്ലീഹയുടെ ലേഖനം. അസാധാരണമായ തിരുവെഴുത്തുകളുടെ ആഴങ്ങളാണ് അദ്ദേഹത്തിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. ഒരു മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ് ഈ ലേഖനം. മുക്കുവൻ ഇത്രയും ശക്തമായ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകനായി എങ്ങനെ തീർന്നു എന്നുള്ളത് അറിയുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ ഒരു വ്യക്തിയുടെ മേൽ വരുന്നത്. ആ വ്യക്തിയുടെ മേൽ ആ കൃപ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം സാധാരണക്കാർ അസാധാരണക്കാരായി മാറുകയാണ്. അതാണ് നമ്മൾ 2-ാം അധ്യായത്തിൽ നിന്ന് കേൾക്കുവാൻ പോകുന്നത്. വേഗത്തിൽ എൻ്റെ കൂടെ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. 4, 5, 6, 7 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും വായിക്കുന്നത് 5, 6, 7 വാക്യങ്ങളാണ്. നിങ്ങളും മനുഷ്യർ, 4-ാം വാക്യം പോലെ വായിക്കാം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു. തുടർമാനമായി പത്രോസിന്റെ ലേഖനത്തിൽ നിന്നുള്ള പഠനങ്ങൾ യൂട്യൂബിലൂടെ കാണുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്നു എന്ന് നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എന്താണ് 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വിശദീകരണം? 2-ാം വാക്യം നമ്മൾ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് നിങ്ങൾക്ക് കിട്ടിയ രക്ഷയിൽ വളരുക. ഇനിയാണ് നമ്മൾ 2-ാമത്തേത് ചിന്തിക്കുന്നത്. യേശുക്രിസ്തുവിലായപ്പോൾ, അഥവാ ഇപ്പോൾ ജനിച്ച ശിശുവായപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണ്? നിങ്ങൾ ജീവനില്ലാത്ത കല്ലുകളായിരുന്നു. അതിനു മുമ്പേ ഒരു കല്ലിനെ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്. ആ കല്ലിനെയാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമുള്ള ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്. അപ്പം മനുഷ്യർ തള്ളിയതെങ്കിലും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് യേശുവിനെയാണ്. അതിൻ്റെ വിവരണമാണ് 4-ാം വാക്യം കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ 7-ാം വാക്യം നോക്കിയേ. വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. വചനമനുസരിക്കുകയാൽ ഇടറിപ്പോകുന്നു. നോക്കി, അപ്പം ചിലർക്ക് ഈ കല്ല് തടങ്കൽ പാറയും ഇടർച്ചക്കല്ലുമാണ്. പക്ഷെ നിങ്ങൾക്കോ ഇത് ജീവിപ്പിക്കുന്ന കല്ലായി മാറി. ഹല്ലേലൂയ. എങ്ങനെയാണിത് ഈ കല്ല് നിങ്ങളെ ജീവിപ്പിക്കുന്ന കല്ലാക്കിയത്? അല്ലെങ്കിൽ ഈ കല്ലിൻ്റെ മേളിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ആദ്യമേ ഈ കല്ലിനെ പരിചയപ്പെടുത്താം, പിന്നെ ഈ കല്ലിൻ്റെ മേളിൽ വന്ന നിങ്ങൾക്ക് എന്നാ സംഭവിച്ചു എന്ന് പരിചയപ്പെടുത്താം. ഈ കല്ലിനെ കുറിച്ചാണ് 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. ഈ കല്ലിൻ്റെ പ്രത്യേകത, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ മനുഷ്യരാൽ തള്ളപ്പെട്ട, ഹല്ലേലൂയ, മനുഷ്യർ എടുക്കാത്ത തള്ളിക്കളഞ്ഞ എങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ, വായിച്ചോ, അത് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ. അപ്പൊ ജീവനുള്ള കല്ല് എന്നിവിടെ വിശേഷിപ്പിക്കുന്നത് യേശുവിനെയാണ്. ആ യേശു എന്ന കല്ലിനെ എന്തോ സംഭവിച്ചു? മനുഷ്യർ തള്ളിയതായിരുന്നു. പിന്നെ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമുള്ള ജീവനുള്ള കല്ലായവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾക്ക് എന്നാ സംഭവിച്ചു? നിങ്ങളും 5-ാമത്തെ വാക്യം 2-5, നിങ്ങളും
നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. ആണ്ടോ, നിങ്ങൾ വെറും കല്ലുകളായിരുന്നു, എന്നാൽ നിങ്ങൾ യേശുവാകുന്ന മാന്യതയുള്ള കല്ലിന്റെ മേളി വന്നപ്പോൾ അവിടെ ഒരു പദം എഴുതിയിരിക്കുക, നിങ്ങളും ജീവനുള്ള കല്ലുകൾ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, ജീവനുള്ള കല്ലുകൾ. ഓ, ഒന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ലിവ്ലി സ്റ്റോൺസ്, ലിവിങ് സ്റ്റോൺസ്. നിങ്ങളും ജീവനുള്ള കല്ലുകൾ. ഒന്ന് പറഞ്ഞേ, ജീവനുള്ള കല്ലുകൾ. എന്നതാ ഈ കല്ലിന്റെയും പാറയുടെ ഒക്കെ കാര്യം പറയുന്നത്? ഇതാണ് കോറിയിലെ പരിപാടിയാണോ? എന്തുവാ ഈ പത്രോസിലേക്ക് ഇവിടെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം? ഇത് മനസ്സിലാണെങ്കിൽ 2 വാക്യം കൂടെ താവട്ടൊന്ന് ശാന്തമായിട്ട് ഇറങ്ങി വായിക്കണം. എന്താണ് ഇവിടെ പറയുന്നത്? ആ 5-ാം വാക്യം ഒന്ന് വായിച്ചോ. ആത്മീയ ഗ്രഹം വായിച്ചോ. 5-ാം വാക്യം, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി. അപ്പൊ ഇവിടെ പത്രോസിലേക്ക് വിശദീകരിക്കുന്നത് കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ, അല്ലെങ്കിൽ ദൈവ മക്കളെ, വചനത്താൽ ജനിച്ചവരെ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചവരെ ദൈവത്തിൻ്റെ ആത്മീക ഗ്രഹം എന്ന വിശേഷണത്തിൽ വിശേഷിപ്പിച്ചുള്ള പഠിപ്പീരിന് വേണ്ടിയാണ് ഇവിടെ കല്ലിനെയും കല്ലിൻ്റെ മേളി വന്ന കല്ലിനെയും എല്ലാം വിശദീകരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടാവുമല്ലോ അല്ലേ? എന്താണ് ഇവിടുത്തെ വിഷയം? ആത്മീക ഗ്രഹമാണ്. ആ പദം ഒന്ന് തൊട്ടുവിട്ടുവാണെങ്കിൽ 5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, എന്ന പോലെ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി. അപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം. സ്പിരിച്വൽ ഹോം, ആത്മീകമായ ഒരു ഗ്രഹം, ദൈവം താമസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരം. അതാണ് ഇവിടുത്തെ ആത്മീയ ഗ്രഹം, ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? കണ്ടോ? അപ്പൊ ഇവിടെ ദൈവം തനിക്ക് വസിക്കാനുള്ള മന്ദിരത്തെ പണിയുകയാണ്. ആ ചിത്രമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരണ്ടേ. ഒരു വീടിനെ പണിയുന്നത് പോലെ ദൈവം ഇവിടെ ഒരു മന്ദിരത്തെ പണിയുകയാണ്. എങ്ങനെയാ വീടിനെ പണിയുന്നേ? വീടിനെ പണിയുമ്പം ആദ്യം ചെയ്യുന്നത് ഒരു മൂലയ്ക്ക് കൊണ്ട് ഒരു മൂലക്കല്ലിടും. മൂലയ്ക്കോ എവിടെങ്കിലും കൊണ്ട് ഒരു ആണിക്കല്ല് അഥവാ മൂലക്കല്ലിടും. പിന്നെ എന്താ ചെയ്യുന്നതെന്നറിയോ? മിക്കവാറും ഞങ്ങൾ ഈ കല്ലിടാനൊക്കെ പോകുമ്പം ഒരു കല്ലേ ഞങ്ങൾ ഇടാറുള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ മേളിൽ അവിടുത്തെ വീട്ടുകാരൊക്കെ അല്ലെ മേസ്തിരിയൊക്കെയാണ് കൊണ്ട് എടുത്തു വെക്കുന്നത്. ഞങ്ങൾ ഈ കല്ലിടാൻ ചെല്ലുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, രൂപമില്ലാത്ത കല്ലുകളൊക്കെ ഒത്തിരി ഉണ്ടാകും. പക്ഷെ അതിനിടയിൽ നിന്ന് ഒരെണ്ണത്തെ തട്ടിക്കൂട്ടി നല്ല ഷേപ്പൊക്കെ വരുത്തി ഈ കല്ലിടത്തക്ക പരുവത്തിൽ അവിടെ ഈ വീടിൻ്റെ ഉടമസ്ഥരോ അല്ലെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരോ ഒക്കെ എടുത്തു വെക്കാറുണ്ട്. ഈ കല്ല് പണിയുമ്പോൾ കാണാറില്ല. പണി അങ്ങോട്ട് ബിൽഡിംഗ് അങ്ങോട്ട് വലുതായി കഴിയുമ്പം ഈ അടിയിലുള്ള കല്ല് കാണാറില്ല. പക്ഷെ ഈ കല്ലേന്നാണ് പണി മുഴുവൻ തുടങ്ങിയിരിക്കുന്നത്. ഈ കല്ലാണ് ഇവിടെ. ഇതേ ചിത്രം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരട്ടെ. എന്താണ് 2 ചിത്രം? 1 ഭൗതിക വീട് പണിയുന്നതും 2 ആത്മീക വീട് പണിയുന്നതും. നിങ്ങൾക്ക് താമസിക്കാൻ വീട് പണിയുന്നതും ദൈവത്തിന് താമസിക്കാൻ വീട് പണിയുന്നതും. ഓക്കെ, നിങ്ങൾക്ക് താമസിക്കാൻ പണിയുന്ന വീട്ടിലാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്നത്. ദൈവം തനിക്ക് താമസിക്കാൻ പണിയുന്ന വീടാണ് നിങ്ങളും ഞാനും. നിങ്ങളും ഞാനുമാകുന്ന വീട് ദൈവം തനിക്ക് താമസിക്കാൻ വേണ്ടി പണിയാൻ വേണ്ടി ആഗ്രഹിച്ചു. അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു മൂലക്കല്ലിനെ ഇട്ടു. അതാ ഇവിടെ വായിക്കുന്നത്. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പൊ അതിന് മേളിൽ മൂലക്കല്ലിട്ടു. ഒന്നിട്ടോ. 4-ാം വാക്യം, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും കൊള്ളത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട കല്ലുകളായിരുന്നു. അല്ലേ? കൊള്ളത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ. ഈ കല്ലിന്റെ കാര്യം അറിയാലോ. മനുഷ്യരെല്ലാവരും കൂടെ ഇതിനെ തള്ളിയതായിരുന്നല്ലോ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തീർത്തതായിരുന്നല്ലോ, ക്രൂശെ തൂക്കിയതായിരുന്നല്ലോ, വിലാപ്പുറം കുത്തി തുളച്ചതായിരുന്നല്ലോ, ആണി അടിച്ചതായിരുന്നല്ലോ, ആണി തറച്ചതായിരുന്നല്ലോ, മുഖത്ത് തുപ്പിയതായിരുന്നല്ലോ, താടിരോമം പിച്ച് പറിച്ചതായിരുന്നല്ലോ. അല്ലേ? ഇതായിരുന്നു അവിടെ പറയുന്നത്. മനുഷ്യർ തള്ളിയതായിരുന്നു ഇതിനെ. പക്ഷേ ഈ മനുഷ്യൻ തള്ളിയ കല്ലിനെ ദൈവം മാന്യതയുള്ള കല്ലാക്കി, മാന്യമായ ജീവനുള്ള കല്ലായി അവനെ കർത്താവ് മാറ്റി. ഹല്ലേലൂയ, യേശുവിനെ മാറ്റി. എന്നിട്ട് താഴേക്ക് അത് വായിച്ചാൽ അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല്. അപ്പം എന്തിനാ ദൈവം ഇട്ടത്? മൂലക്കല്ലിനെയാണ്. മൂലക്കല്ല് ഏതാണ്? കോർണർ സ്റ്റോൺ ഏതാണ്? കോർണറിൽ ഇടുന്നതാണ്. പണിക്ക് വേണ്ടി ഇടുന്നതാണ്. ഇവിടെ പണിയുന്നത് എന്താണ്? ആത്മീക ഗ്രഹമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
ഇച്ചിരി ആ ചാന്തെല്ലാം കൂടെ ഒന്ന് എടുത്തൊന്ന് വന്നേ, ആ മേസ്തിരിപ്പണി ആ കല്ലൊക്കെ ഒന്ന് തട്ടി എൻ്റെ കൂടെ ഒന്ന് നിന്നേ, നമുക്ക് പെട്ടെന്ന് ഈ വീടൊന്ന് പണിയാൻ പറ്റും. ഹല്ലേലൂയ. എന്നാ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് കേട്ട്, ഇവിടെ ഒരു വലിയ വീടിൻ്റെ പണി നടക്കുക. വീടിൻ്റെ മൂലക്കല്ലിട്ടു. മൂലക്കല്ല് ആരാന്നറിയോ? യേശുവാണ്. ആർക്ക് താമസിക്കാനുള്ള വീടാണെന്നറിയോ? ദൈവത്തിന് വന്ന് താമസിക്കാനുള്ള വീട്. ദൈവത്തിന് താമസിക്കാനുള്ള വീട് പണിയുക. ആത്മീയ ഗ്രഹം, സ്പിരിച്വൽ ഹോം. സ്പിരിറ്റായ ദൈവത്തിന് സ്പിരിറ്റായ മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കാൻ വേണ്ടി ഒരു സ്പിരിച്വൽ ഹോം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഹോമിന് ഒരു മൂലക്കല്ലിട്ടു. ആ മൂലക്കല്ലിൻ്റെ മേളിൽ വന്ന കല്ലുകളാണ് നാം. ഹല്ലേലൂയ. ആ കല്ലിൻ്റെ മൂലക്കല്ലിന് ജീവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മൂലക്കല്ലിൻ്റെ മേളി വന്ന കല്ലുകളായ നമുക്ക് വലിയ ജീവനുണ്ടായി. അത്ര കണ്ട് ഈ ആശയം നമുക്ക് മനസ്സിലാകുകയല്ല. എത്ര സജ്ജിത്തല്ല ഏതൊരാൾ വന്ന് ഇത് പറഞ്ഞാലും നമുക്കൊരു പരിധിക്ക് അപ്പുറത്ത് ഇത് മനസ്സിലാകുകയല്ല. കാരണം ഈ കോണ്ടെക്സ്റ്റ് നമുക്കറിയത്തില്ല, ഈ സാഹചര്യം നമുക്കറിയത്തില്ല, ഇവിടെ ആർക്കാണ് ഈ ലേഖനം എഴുതുന്നതെന്ന് ഇന്നലെ ഞാൻ വിശദീകരിച്ചതാണ്. ഒന്നുകൂടെ ഞാനത് പറയാം. പന്തോസിയിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ഏഷ്യ മൈനറിൽ ഉപദ്രവം ഹേതുവായി പലയിടങ്ങളിലേക്ക് ചെതറിപ്പോയവരാണ് ഈ ലേഖനത്തിൻ്റെ വായനക്കാർ. അപ്പോൾ ഈ ചെതറിപ്പോയവർ ആ ചെതറിപ്പോയ സ്ഥലങ്ങളിൽ പെട്ടെന്നൊന്ന് സെറ്റിൽഡ് ആകാൻ വേണ്ടി എന്നയിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മനസ്സിലായി? പാർക്കാൻ ഇടവില്ല, താമസിക്കാൻ വീടുകളില്ല, താമസിക്കാൻ സ്ഥലങ്ങളില്ല. പരദേശികളായി, ഇന്നലത്തെ ഞാനത് പറഞ്ഞല്ലോ, പരദേശിയും പ്രവാസിയായിട്ട് ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് സുവിശേഷം പ്രതിയുള്ള ഉപദ്രവ ഹേതുവായി പലായനം ചെയ്യപ്പെട്ടു പോയവരാണ്. ഓക്കെ, അങ്ങനെ അവർ ആ സ്ഥാനത്ത് ചെന്നപ്പം, സ്ഥാനങ്ങളിലേക്ക് ചെന്നപ്പം പെട്ടെന്ന് അവർക്ക് കയറി പാർക്കാൻ വേണ്ടിയുള്ള പാർപ്പിടം വീട് പണിതുകൊണ്ടിരിക്കുക. ആ കോണ്ടെക്സ്റ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. വീട് പണിതുകൊണ്ടിരിക്കുക, നിങ്ങളും ഞാനും വീട് പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിയെ സംബന്ധിച്ചുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? ഇല്ലേ. അതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്, ഇവിടുത്തെ സാഹചര്യം. പരദേശികളായി പലായനം ചെയ്യപ്പെട്ടവർ, പ്രവാസികളായി പലായനം ചെയ്യപ്പെട്ടവർ അന്യനാടുകളിൽ ചെന്ന് തങ്ങൾക്ക് പാർക്കുവാനുള്ള ഭവനം മെനയുന്ന സമയത്താണ് ഈ കല്ലുകൾ, മൂലക്കല്ല്, ഭവന നിർമ്മാണം, ഗ്രഹനിർമ്മാണം എന്ന ആശയവുമായി പത്രോസിൻ്റെ ലേഖനം അവിടത്തേക്ക് ചെല്ലുന്നത്. അതിവേഗത്തിൽ അവർക്ക് പരിചയമുള്ള, പുതിയ തലമുറയ്ക്ക് പോലും പരിചയമുള്ള ഈ ആശയത്തെ ഇതിലൂടെ സമർത്ഥിക്കാനാണ് പത്രോസ് ലേഖ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ വന്നോ. ഇവിടെ പണിയുന്നത് ആത്മീയ ഗ്രഹമാണ്. ഇവിടുത്തെ മൂലക്കല്ല്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തരോട് ചോദിക്കാൻ പോവുകയാണ്, കാരണം നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട്. ഇവിടുത്തെ പണി ആത്മീയ ഗ്രഹമാണ്, പണിയപ്പെടുന്നത് ആത്മീയ ഗ്രഹമാണ്. ആത്മീയ ഗ്രഹം പണിയപ്പെടാൻ വേണ്ടി, ഭൗതിക ഗ്രഹം പണിയപ്പെടാൻ വേണ്ടി മൂലക്കല്ലിടുന്ന പോലെ തന്നെ ആത്മീയ ഗ്രഹം പണിയപ്പെടാൻ വേണ്ടി മൂലക്കല്ലിടുന്നുണ്ട്. ആ മൂലക്കല്ലിൻ്റെ പേര് യേശു എന്നാണ്. യേശു എന്ന മൂലക്കല്ലിട്ടിട്ട് ആ യേശു എന്ന മൂലക്കല്ലിന് മേളിൽ വെക്കപ്പെട്ട കല്ലുകളാണ് നാം. ഇവിടെ മൂലക്കല്ലായി യേശുവിനെ പരിചയപ്പെടുത്തിയിട്ട് നമ്മെ വെറും കല്ലുകളായിട്ട് പരിചയപ്പെടുത്തിയിട്ട് പറയുക, നിങ്ങൾ വെറും കല്ലുകളായിരുന്നു, പക്ഷേ ഈ ജീവനുള്ള കല്ലിൻ്റെ മേളിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എന്നാ സംഭവിച്ചു? നിങ്ങളും ജീവനുള്ള കല്ലുകളായി. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. ആദ്യം പറഞ്ഞ നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ, എന്നോട് ചേർന്നെന്ന് പറഞ്ഞേ, നിങ്ങളും ഞാനും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. ഹല്ലേലൂയ. എന്നാ കാര്യം? അടി കിടക്കുന്നതിന് ജീവനുണ്ടെങ്കിൽ ആ ജീവൻ മേളിലുള്ളതിൻ്റെ മേലും വ്യാപരിക്കും. നിങ്ങൾ ഇന്ന് വ്യാപരിക്കുന്ന ജീവൻ യേശുവിൻ്റെ ജീവനാണ്. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഒരു രൂപമില്ലാത്ത കല്ലുകളായിരുന്നു നാം, എന്നാൽ നമ്മെ കാട്ടിൽ വന്ന് അവിടുന്ന് രൂപമില്ലാത്ത നമ്മെ എടുക്കുവാൻ കർത്താവിന് കൃപ തോന്നി. എന്തിനാണെന്നറിയോ? ദൈവത്തിന് താമസിക്കാനുള്ള ഗ്രഹനിർമ്മാണം നടക്കുക. ഹല്ലേലൂയ. ആ ഗ്രഹനിർമ്മാണത്തിന് അടിത്തറയായി യേശുവിനെ ഇട്ടു, മൂലക്കല്ലായി യേശുവിനെ ഇട്ടു. ആ മൂലക്കല്ലായി യേശുവിനെ ഇട്ട വാക്യവും നിങ്ങൾ വായിച്ചല്ലോ അല്ലേ? ഹല്ലേലൂയ. ഒന്നുകൂടി ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ചു. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ അടിവരയിട് മൂലക്കല്ല്, മാന്യമായ മൂലക്കല്ല് ഞാൻ സിയോനിൽ ഇടുന്നു. മാന്യമായ മൂലക്കല്ല് ഞാൻ സിയോനിൽ ഇടുന്നു. കണ്ട, ഈ വാക്ക് ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിരിക്കുകയാണ്, ഉദ്ധരണിയായിട്ട് എടുത്തിട്ടിരിക്കുകയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ വളരെ അപൂർവമാണ് ഉദ്ധരണികൾ. എന്നാൽ എന്തിനാണ് ചിലയിടങ്ങളിൽ ഉദ്ധരണികൾ കൊടുത്ത് വിശദീകരണം നൽകിയിരിക്കുന്നത്? പഴയ നിയമത്താളുകളിലെ ദൈവം പറഞ്ഞു, ഞാനൊരു കല്ലിട്ടിട്ട് ഒരു പണി നടത്തും. ഹല്ലേലൂയ. എനിക്ക് വസിക്കുവാൻ ഒരു കല്ലിട്ടിട്ട് ഞാനൊരു കൂടാരത്തെ പണിയും.
ഹല്ലേലൂയ. എനിക്ക് താമസിക്കാൻ ഞാനൊരു മൂലക്കല്ലിട്ടിട്ട് ഒരു കൂടാരത്തെ പണിയും. അത് അന്ന് പറഞ്ഞതാ. അതാ ഇവിടെ വായിക്കുന്നത്. ഞാൻ ശ്രേഷ്ഠവും. കണ്ടോ, 6-ാം വാക്യം തുടങ്ങുമ്പം 2 കോമ തലേ കണ്ടോ? 6-ാം വാക്യത്തിൻ്റെ തലയിൽ, എൻ്റെ തലയിലല്ല, 6-ാം വാക്യത്തിൻ്റെ തലയിൽ 2 കോമ കണ്ടോ? ഇൻവെർട്ടഡ് കോമ. അതിട്ടിട്ട് ഉദ്ധരണി എടുത്തിട്ടിരിക്കുക. 6-ാം വാക്യം നോക്ക്. ഞാൻ വായിച്ചു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. അവനിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മൂലക്കല്ലായതിൻ്റെ മേളിൽ വരികയാണ്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇതാ സംഭവിക്കുന്നത്. യേശുവിൻ്റെ മേൽ നിങ്ങളാവുകയാണ്, യേശുവിലാവുകയാണ്, യേശു നിങ്ങളിലാവുകയാണ്. അങ്ങനെ ആയിക്കഴിയുമ്പോൾ വചനം ഉറപ്പ് തരുന്നു കേട്ടോ. എങ്ങനെയാ വചനം ഉറപ്പ് തരുന്നത്? ലജ്ജിച്ചു പോകയില്ല. ഒന്ന് കരമടിച്ച പദത്തെ ഒന്ന് സ്വീകരിച്ചു. ലജ്ജിച്ചു പോകത്തില്ല. ഉറക്കെ പറഞ്ഞു, ലജ്ജിച്ചു പോകത്തില്ല. ഉറക്കെ പറഞ്ഞു, ലജ്ജിച്ചു പോകത്തില്ല. ഒരു സംശയവും വേണ്ട, ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് ഒരു പക്ഷെ എന്നെ ഇത് കേൾക്കുമ്പോൾ ലജ്ജയുടെ അങ്ങേ അറ്റത്തായിരിക്കാൻ നിൽക്കുന്നത്. എൻ്റെ ബ്രദറെ, ഞങ്ങൾ തലേ തുണിയിട്ടോണ്ട് ഓടിപ്പോകേണ്ട തരത്തിൽ അപമാന വിഷയം ഞങ്ങളുടെ തലയിൽ വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞായിരിക്കും ഇത് കേൾക്കുന്നത്. പക്ഷെ വിരൽ ചൂണ്ടി ഇന്ന് ഞാൻ ആ വീട്ടിലോട്ട് വന്ന് പറയുക, ഇത് ഇല്ല, അവിടുന്ന് ലജ്ജിച്ച് പോകാൻ ഇടവരത്തില്ല, അവിടുന്ന് ലജ്ജിച്ച് തല താഴ്ത്താൻ ഇടവരത്തില്ല. അവിടെ തന്നെ തല ഉയർത്തുക തന്നെ. എത്ര വീടുകൾ അത് സ്വീകരിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് അത് പറയാൻ പറയുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. വേണമെങ്കിൽ കരമടിച്ച് അതിനെ ഒരു ആഘോഷമാക്കി തീർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. നല്ലതായിട്ട് ആഘോഷിച്ചോ. ഉറപ്പ് കർത്താവ് തരികയാ. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ ദുഃഖത്തിൻ്റെ നടുവിൽ, ഈ നെടുവീർപ്പിൻ്റെ നടുവിൽ, ഈ അപവാദത്തിൻ്റെ നടുവിൽ, ഈ വേദനയുടെ നടുവിൽ, ഈ കടഭാരത്തിൻ്റെ നടുവിൽ ലജ്ജിച്ചു പോകുമോ എന്ന വലിയ സന്ദേഹത്തിൽ ഇരിക്കുന്നെങ്കിൽ മടികൂടാതെ ആ വീടിനെ കരമടിച്ചുള്ള ആരാധനയുടെ കേന്ദ്രമാക്കി മാറ്റിക്കോ. ഈ സമയത്ത് കരഞ്ഞ് കണ്ണ് കലങ്ങിയവർ ആ കണ്ണ് തുടച്ച് പൊട്ടിച്ചിരിക്കുവാനും ആനന്ദിക്കുവാനും തുടങ്ങിക്കോ. യേശു വാക്ക് പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. യേശുവിന്റെ നാമം ജയം. എത്ര പേരത് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. പലരും ഇവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് തലമുറയെ ചൊല്ലി ലജ്ജിക്കേണ്ടി വരികയില്ല. സമ്പത്തിനെ ചൊല്ലി ലജ്ജിക്കേണ്ടി വരികയില്ല. അയൽവക്കങ്ങളുടെ ഇടയിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. ശുശ്രൂഷ മേഖലയിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ലജ്ജിക്കേണ്ടി വരികയില്ല. കുടുംബ ജീവിതത്തിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. ഒരു മേഖലയിലും ലജ്ജിക്കേണ്ടി വരികയില്ല. കാരണം അവനിൽ വിശ്വസിക്കുന്നവന് ലജ്ജയുണ്ടെന്നല്ല വചനം പറഞ്ഞ്, അവനിൽ വിശ്വസിക്കുന്നവന് ഈ മാന്യതയുണ്ട്, ഈ കല്ലിന്റെ മാന്യതയുണ്ട്. ഞാൻ അവനിലാ, ഞാൻ അവിടുത്തെയിലായിരിക്കുന്നേ, ഞാൻ യേശുവിലായിരിക്കുന്നേ. പറഞ്ഞോ, ഞാൻ യേശുവിലായിരിക്കുന്നേ. മാന്യതയുള്ളവന്റെ മേലാ ഞാൻ. മാന്യതയുള്ള അവനിൽ വിശ്വസിക്കുന്ന എനിക്ക് ആ മാന്യതയുണ്ട്. ഹല്ലേലൂയ. ഒരു മാന്യതയില്ലാത്ത കാട്ടിലെ കല്ലായിരിക്കാം നിങ്ങൾ. ഹല്ലേലൂയ. കാട്ടുകല്ലുകളായിരിക്കാം നിങ്ങൾ. പാറ കഷ്ണങ്ങളായിരിക്കാം. മുഖമില്ലാത്തവരായിരിക്കാം. മൂക്കങ്ങോട്ടും കണ്ണിങ്ങോട്ടും ഒക്കെ ആയിരിക്കാം. പക്ഷേ ഉണ്ടല്ലോ, രൂപം മാറും. എപ്പോഴാണെന്നറിയോ? മൂലക്കല്ലിൻ്റെ മേളി വരുമ്പോൾ. ഹല്ലേലൂയ. മാന്യതയുള്ള മൂലക്കല്ലിൻ്റെ മേളി വെച്ചാൽ ഉണ്ടല്ലോ, എല്ലാവരും ചവിട്ടിയ നിന്നെ എടുത്തോണ്ട് നടക്കും. ഹല്ലേലൂയ. എല്ലാത്തിനും സെൻറ്റർ പോയിന്റിൽ നീ വരും. എന്താ കാര്യം എന്നറിയോ? അവനിൽ വിശ്വസിക്കുന്നവന് ഈ മാന്യതയുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവന് ഈ മാന്യതയുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾക്കും ആ മാന്യതയുണ്ട്. അപ്പൊ ഇവിടെ പണി നടക്കുകയാണ്. എന്നെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഇവിടെ പണി നടക്കുക. എന്നാ പണി? വീടിന്റെ പണി. എവിടെ? മൂലക്കല്ല യേശുവാന്നേ. മേളിക്കല്ലാരാ? ഞാനാ മേളിക്കല്ല്. ഞാനോ? എനിക്കൊരു കഴിവില്ല, എനിക്ക് മുഖമില്ല, എനിക്ക് ഷേപ്പില്ല, എൻ്റെ കണ്ണ് ശരിയല്ല, എൻ്റെ മൂക്ക് ശരിയല്ല, ഒന്നും ശരിയല്ലല്ലോ. ശരിയുള്ളവൻ്റെ മേളിൽ വെച്ചുമ്പോൾ നീ ശരിയായവനാ. ഹല്ലേലൂയ. ഇനി നിന്റെ ശരിയല്ല എൻ്റെ ശരി. അവൻ്റെ മാന്യത എനിക്കുണ്ട്. നീ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യത ഒന്ന് തൊട്ടൊന്ന് വിട്ടോ. അത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ഏതാ?
ആ മാന്യതയുണ്ട്. ഒന്ന് പറഞ്ഞേ ആ പദം. അതെന്നെ ഈ ആയെന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. മേളിൽ പറഞ്ഞിട്ട് പറയാം, യേശുവിൻ്റെ മാന്യതയുണ്ട്. ഇനി അങ്ങോട്ട് മാനിക്കപ്പെടാൻ പോകുന്ന യേശു മാനിക്കപ്പെട്ടതുപോലെയാ. ഇന്ന് ക്രൂശ് ആയിരിക്കാം, എന്നും ക്രൂശ് അല്ലെന്ന്. ഇന്ന് വാടിരോമം പിച്ച് പറിക്കുന്നുണ്ടാകാം, സ്തോത്രം പറ. എന്നും താടിരോമം പിച്ച് പറിക്കുക അല്ലെന്ന്. ഇന്ന് വിലാപ്പുറം കുത്തി തുളയ്ക്കുന്നുണ്ടാകാം. ഇതെല്ലാം കഴിഞ്ഞ് ഈ കുത്തിയവരുടെ നടുവിൽ നിങ്ങൾ പൊങ്ങാൻ പോവുക. അവരെല്ലാം നോക്കി നിൽക്ക തന്നെ. ഓ, അവരുടെ കൺമുമ്പിൽ നിന്നും മറഞ്ഞ്, ഓ ഹല്ലേലൂയ, കുത്തിയവരുടെ നാട്ടിൽ തന്നെ, മലമുകളിൽ തന്നെ പുനരുത്ഥാനം നടക്കേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ടൊന്നും തീരത്തില്ല. കാറ്റടിച്ച എൻ്റെ പാട്ടിന് പോകും, മഴ വന്നേച്ച എൻ്റെ പാട്ടിന് പോകും. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. ഒന്നിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ജയാളികളാ നിങ്ങൾ. കാരണം വചനം ഇങ്ങനെയാ പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. രോഗത്തിൻ്റെ പിടിയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ എനിക്ക് പ്രേരണയുണ്ട്. സെർവിക്കൽ സ്പോണ്ടിലോസിസിന്റെ പ്രയാസമായിട്ട് ചെവിയുടെ താഴെ ഒരു വശം മുഴുവൻ ബലഹീനമാകുന്ന, ചെവിയുടെ ഈ സ്പോട്ട് മുതൽ ഇങ്ങനെ താഴേക്ക് ബലഹീനത ഇറങ്ങി വരുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള പ്രേരണയുണ്ട്. ആ സ്ഥിതിയിലിരിക്കുന്ന മക്കൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുക. കാരണം നിങ്ങളുടെ സൗഖ്യം 2014 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ അടിപ്പിണരാൽ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു, തന്നു കഴിഞ്ഞു. അണ്ടേ ആ നിൽക്കുന്ന ആ മകളെ ഇത് പറയുമ്പോൾ യേശു തുറന്ന് ഞാൻ കാണുന്നു. ഒന്ന് കൈ ഉയർത്തിക്കേ ചേച്ചി. ഞാനാണോ എന്നുള്ള സന്ദേഹത്തിലാണോ കൈപൊക്കി, അതോ എന്നെയാണോ വിളിച്ചതെന്നുള്ള സന്ദേഹത്തിലാണോ? എന്നെയാണോ വിളിച്ചതെന്നുള്ള സന്ദേഹത്തിലാണ്. നിങ്ങളെ യേശു തൊടുന്ന ഞാൻ കാണുന്നു. ചേച്ചി, ഞാൻ ഈ പറഞ്ഞ ഒരു സൈഡിന്റെ ബലഹീനത നിങ്ങൾക്കുണ്ടെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. ഈ സമയത്ത് അടിപ്പിണരാലുള്ള അത്ഭുത സൗഖ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മകളെ കൊണ്ട് കൊണ്ടുവരാമോ? എൻ്റെ അടുക്കലേക്ക് ഒന്ന് ഓടി വരാമോ? അതൊരു വലിയ വിടുതലാണ്, അതൊരു വലിയ സൗഖ്യമാണ്. അക്ഷരാർത്ഥത്തിൽ ആ കർത്താവിൻ്റെ വലിയ കൃപ ആ ശരീരത്തിലേക്ക് വ്യാപരിക്കുകയാണ്. എന്നാ ചേച്ചി പേര്? ഞാൻ പറഞ്ഞ ശരിയാണോ? ഏത് വശത്താ? ഈ വശത്ത്. എത്ര നാളായി ഇത് ആരംഭിച്ചിട്ട്? കുറച്ച് നാളായി. കണ്ടോ, അവിടെ നിന്നപ്പോ ആരോടെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നിന്ന് കൈവച്ച് അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ല. യേശുവേ, പക്ഷേ ഈ മകൾക്ക് വിശ്വാസമുണ്ട്. അവിടെ നിന്നപ്പോ കൈ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു പറഞ്ഞു, ഞാൻ ആ ചെവിയുടെ പുറകിൽ നിന്ന് താഴേക്കുള്ള ഞരമ്പുകളെ സ്പർശിക്കുകയാണ്. ഈ മകളുടെ ഞാനത് മഹത്വപൂർണമായ എൻ്റെ ശക്തി കൊണ്ട് സൗഖ്യമാക്കുകയാണ്. ഇപ്പൊ തന്നെ എല്ലാവരും നിൽക്കുന്ന നിപ്പിൽ ആ കൈകളെ ഒന്ന് ഈ മകൾക്ക് നേരെ നീട്ടിപ്പിടിച്ചോ. യേശുവേ, തന്റെ അമ്മ വിശ്വസിക്കുന്നു. ദൈവശക്തി, കർത്താവിന്റെ ശക്തി അടിക്കുന്നു. അവരുടെ ശരീരത്തിന്റെ ഒരു വശത്ത് നിന്ന് ബലഹീനത അഴിയുന്നു. ഇറങ്ങുക, ഇറങ്ങുക, ഇറങ്ങുക. ഓ, വിട്ടുപോന്നു. നിങ്ങൾ എല്ലാരും കണ്ടേ, അത് വിട്ടുപോന്നു. ദാ പോണം, ഇറങ്ങിപ്പോ. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. വിടുക, ശരീരത്തിൽ നിന്ന് വിട്ടുപോവുക. ഒരാൾ മതി, എൻ്റെ ഒരാൾ മതി പിടിക്കാനായിട്ട്. ഇദ്ദേഹം നിന്നോളൂ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. ഈ മകള് സൗഖ്യമാകുന്നതിൽ അസൂയയില്ലാത്തവര് യേശുവേ എന്ന് വിളിച്ച് നന്ദി പറഞ്ഞു. ഓ, ഈ ഒരു വശം മുഴുവൻ കർത്താവിന്റെ അത്ഭുതകരം ഈ ഒരു വശം മുഴുവൻ വ്യാപരിക്കുക. ആ വലത്തെ വശത്തേക്ക് ഇങ്ങനെയൊന്ന് കൈ ഓടിച്ചൊന്ന് സ്തോത്രം ചെയ്തു. ഓ ജീസസ്, യേശുവേ, വീരനാം ദൈവമവൻ, നിത്യപിതാവുമവൻ, സമാധാനത്തിൻ പ്രഭു, അത്ഭുത മന്ത്രിയൻ, വീരനാം ദൈവമവൻ,
നിത്യപിതാവും അവൻ. സെലിൻ. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? നാളായി, കുറേ വർഷമായി. ചില സമയങ്ങളല്ല, ഓൾ ദ ടൈം ഇതാ, എപ്പോഴും ഈ പ്രയാസം. ഇതങ്ങോട്ട് വർദ്ധിച്ചു കഴിഞ്ഞിട്ട് ഈ വശത്ത് കൈ ഉണ്ടോ എന്നിങ്ങനെ പിടിച്ചു നോക്കണം, അതുപോലെ തളർന്നു പോകും. ഇവിടുന്നാ ഇത് ആരംഭിക്കുന്നത് അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഈ ഒരു ഭാഗം മുഴുവനാ നിറയും. എന്നിട്ട് ഈ ഒരു വലത്തെ വശം അവിടെ ഉണ്ടോ എന്നറിയില്ല. കൈ പൊക്കണമെങ്കിൽ മറ്റേ കൈ കൊണ്ട് പൊക്കണം അല്ലേ? ഞാൻ ഇനിയും പറയാം, കാരണം എനിക്കത് വ്യക്തതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? എനിക്കത് വ്യക്തത. ഒരു മഗ്ഗിലെ വെള്ളമില്ല, ഇതെങ്ങോട്ട് വർദ്ധിച്ചു വരുമ്പോ ഒരു കപ്പിൽ വെള്ളം ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ല. അതുപോലെ ഈ ഒരു വശം തളരുക അല്ലേ? ഇന്നിവിടെ നിന്നപ്പോഴും ഈ വശം ബലഹീനമായിട്ട് എൻ്റെ ദൈവമേ എനിക്കൊന്ന് കൈയടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചില്ലേ? എന്നാ കൈയടിച്ചു. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ മകൾ ഞാൻ ഓർത്തിടും യേശുവേ. ചേച്ചി, എന്നതേലും പ്രയാസം ഇപ്പൊ അവിടെ ഉണ്ടോ നോക്കിക്കേ. തോന്നിയതാ? ശരിക്കും നോക്കിക്കേ. ഉണ്ട്. അല്ലാട്ട് നോക്കിക്കേ, നോക്കിക്കേ, കൊടഞ്ഞേ, കറക്കിക്കേ, ഇവിടെ ഒന്ന് അടിച്ച് തട്ടിയേക്കുന്നത് ചിരിയുണ്ട്. കുറച്ച് ലേശം ചിരി. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ശരി, ചേച്ചിക്കായിട്ടൊന്ന് കരമടിച്ചൊന്ന് യേശുവിനെ മഹത്വപ്പെടുത്തി. വലിയ അത്ഭുതത്തിന്റെ കരം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമം വിളിച്ചോ, യേശുവിന്റെ നാമം വിളിച്ചോ. ഇതേപോലെ തന്നെ സെർവിക്കൽ സ്പോണ്ടിലോസിസിന്റെ പ്രയാസവുമായിട്ട് 2 പേരൂടെ ഇവിടെ വന്നിട്ടുണ്ട്. 2-ൽ കൂടുതൽ പേരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ 2 പേരുടെയും കൂടെ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രേരണയുണ്ട്. ഇന്ന് ശക്തമായിട്ട് യേശു പറയുന്ന കാര്യം, ബയോപ്സിക്ക് അയച്ച് ക്യാൻസർ ആണ് എന്ന് റെക്ടിഫൈ ചെയ്ത, ഡയഗ്നോസ് ചെയ്ത ക്യാൻസറിന്റെ മുഴകൾ സഹിതം ഇവിടെ വെച്ച് അപ്രത്യക്ഷമാകാൻ പോവാ. ഇപ്പൊ തന്നെ അത് സംഭവിക്കാൻ പോവാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കരമടിച്ച് യേശുനാഥന് മഹത്വം കൊടുക്കാൻ തുടങ്ങിക്കോ. കർത്താവിന് ആരാധന കൊടുക്കാൻ തുടങ്ങിക്കോ. യേശു ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ഈ സ്പോണ്ടിലോസിസിന്റെ പ്രയാസമുള്ള മക്കള് 2 പേരൂടെ ഈ സമയത്ത് സൗഖ്യമാകുന്നുണ്ട്. ശരീരത്തിന്റെ ചെവിയുടെ പുറകു മുതൽ ഒരു വശത്തേക്ക് ബലഹീനത വരുന്ന 2 പേരുണ്ട്. ആ 2 പേരൊന്ന് കൈ ഉയർത്തിക്കോ. പെട്ടെന്ന് നിങ്ങൾ സൗഖ്യമായിക്കോ. ആ 2 പേരൊന്ന് കൈ ഉയർത്തിക്കോ. ഇപ്പൊ തന്നെ സൗഖ്യമായിക്കോ. നല്ലതായിട്ട് ഉയർത്തിപ്പിടിച്ചു, എന്നാലേ എനിക്ക് കാണത്തുള്ളൂ. ഞാൻ കാണുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല, എന്നാലും എനിക്ക് കണ്ടാലല്ലേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ തന്നെ സ്വീകരിച്ചോ കേട്ടോ. ചേച്ചിക്ക് എത്ര വർഷമായത് ആരംഭിച്ചിട്ട്? 7 വർഷമായി. ഏത് വശമായി? ഇടത്തോ വലത്തോ? വലത്ത്. ചേച്ചി ഈ സമയത്ത് തന്നെ യേശുവിന്റെ നാമം വിളിക്കുക. എൻ്റെ അടുക്കലേക്ക് ഒന്ന് വരാമോ? ഓടിവാ. നിൻ കൃപകളെ ഞാൻ പാടുന്നു, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. എന്നാ ചേച്ചി പേര്? സരള. ഇന്ന് യേശു നിങ്ങളെ സ്പർശിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ചേച്ചി എന്നോട് പറഞ്ഞത് കള്ളമാണ്. ചേച്ചി എന്നോട് പറഞ്ഞത് കള്ളമാണ്. ചേച്ചിക്ക് ചെവിയുടെ പുറകിലല്ല പ്രയാസം. ചേച്ചിക്ക് പ്രയാസം ഞാൻ കാണിക്കാം. ഇവിടെയാണ്. ഇവിടെ ഈ അച്ചാനെ തിരിച്ചു നിർത്തി കാണിക്കാം. ചേച്ചിക്ക് പ്രയാസം ഇവിടെയാണ്. ഇതിവിടെ നിന്നല്ല. പിന്നെന്തിനാ ഇവിടുത്തെ ആരുടെ കൂടെ വന്നേ? ഇവിടെ സ്കാനിങ് മെഷീനുമായിട്ട് യേശു വന്നേക്കുന്നത്. എവിടെയാന്നൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. കരം അടിച്ചൊന്ന് യേശുനാഥന് മഹത്വം കൊടുത്തേ. സൗഖ്യമാവുക. ഈ മകള് സൗഖ്യമാവുക കേട്ടോ. യേശുവേന്ന് വിളിച്ചോ. കർത്താവിൻ്റെ ബോം ബ്രദറെ, അച്ഛനെ സൈഡിലോട്ടൊന്ന് മാറ്റിക്കാട്ടെ. ഈ കൈ കാണിച്ച് ഇങ്ങനെ ടാറ്റ കൊടുത്തിട്ട് പോകാതെ.
ജീസസ്. അച്ഛനെ അങ്ങോട്ടൊന്ന് ഇരുത്തിക്കാട്ടെ. കർത്താവേ, സല ചേച്ചി ഇപ്പൊ ഒറ്റ അല്ലേ ജോസ് ബ്രദറെ, ഈ മകളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഈ സഹോദരിയുടെ പ്രശ്നമുണ്ടല്ലോ, ഇവരുടെ ഇവിടുത്തെ ഇവിടെ മുതല് താഴേക്ക്, ചെവിയുടെ പുറകിലല്ല, ഇവിടെ മുതല് ഈ സ്പൈനലിനാണ് പ്രശ്നം. എന്നിട്ട് ഈ ഒരു സ്പോട്ടിലാണ് ഇവർക്ക് ഈ ഒരു സ്പോട്ടിൽ ഒരു എന്നാ പറയണ്ട, ഒരു ദോശയുടെ വലിപ്പത്തിൽ ഇങ്ങനെ അടച്ചു വെക്കുന്നത് പോലെ പ്രയാസമാണ് അല്ലേ? യേശു തൊടാൻ പോവാണേ. ഈശോയെ, ഈശോയെ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് മാത്രം ആരാധന. അങ്ങേക്ക് ഇവങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. എനിക്ക് ആ ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് ആ ഉറപ്പുണ്ട്. ഞങ്ങളിപ്പോൾ ഉറപ്പോടെ, ഒന്നും കണ്ടിട്ടല്ല, ഈശോ സൗഖ്യമാക്കുമെന്ന് ഉറപ്പോടെ ഈ മകളുടെ നേരെ കയ്യും പിടിച്ച് നിൽക്കുക. ഈശോയെ, കാരുണ്യവാനേ, കൃപയുടെ സാഗരമേ, സ്പർശിച്ചേ, സ്പർശിച്ചേ. ആ ആ ആ ആ കർത്താവ് തൊടുന്ന മകളെ ആണ്ടേ, യേശുവിന്റെ സ്പർശനം നടക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ ഇവളുടെ ഉദരത്തിലും ഒരു സൗഖ്യം നടക്കുന്നു. സരളയുടെ ഉദരത്തിലും കർത്താവിന്റെ ശക്തി തൊടുന്നു. ഈശോ തൊടുന്നു. എല്ലാരും യേശുവേ എന്ന് വിളിച്ചോ. ടച്ച്. ആണ്ടേ, അഴിഞ്ഞു പോകുന്നു. ഇറങ്ങിക്കോ, 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 ഇറങ്ങുക, 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 ഇറങ്ങുക. ഓ, ഇറങ്ങുക. ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക, 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 വിട്ടുപോവുക. ആ, ഈ മകള് സൗഖ്യമാവുക. എല്ലാരും കണ്ടോ? എല്ലാരും കണ്ടോ? അഴിഞ്ഞു വീഴുന്നു. അത് ആ രോഗം അഴിഞ്ഞു വീഴുന്നു. യേശുവേ എന്ന് വിളിച്ചോ. കഴിഞ്ഞു. കർത്താവ് അതിനെ എടുത്ത് മാറ്റിയോണ്ട് കരമടിച്ച് യേശുവിന് മാത്രം. ചേച്ചി, സർല ചേച്ചി, ആ സ്പോട്ട് ഈ പുറകെ നിൽക്കുന്ന ആളെ ഒന്ന് കാണിച്ചു കൊടുത്ത് എവിടെയാണെന്ന്. അവിടെ ഒന്ന് ഇടിച്ച്, ഇടിച്ച്, ഇടിച്ച്. ഇടിക്കാൻ അറിയോ? ആരെങ്കിലും ഇതിനു മുമ്പ് ഇടിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണോ ഇന്ന് ഇടിക്കുന്നത്? കിട്ടിയ അവസരം പാഴാക്കരുത് കേട്ടോ. ഇടിച്ചേ, ആ വേദന ഉണ്ടായിരുന്നിടത്തെല്ലാം ഇടിച്ചേ. സർല ചേച്ചി, ഇപ്പൊ ഇത്രയും നല്ലതായിട്ട് പഞ്ച് ചെയ്യുമ്പോ ഇച്ചിരിയെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് പുറത്ത് വരേണ്ടതാ. ഉണ്ടോ ഇപ്പൊ? അത് ഒന്നുകൂടെ നല്ലതായിട്ട് ഇടിക്കട്ടെ. നല്ലതായിട്ട് ഇടിച്ചേ. ഇവിടെ ഇങ്ങനെ തൊടുമ്പോ തന്നെ അറിയാമായിരുന്നോ? എവിടെയായിരുന്നു? ഓ മൈ ജീസസ്. അതിപ്പോ അവിടെ ഇല്ല. കരമടിച്ചോ യേശു. വിശ്വസിക്കുക. അവിടെ നിന്നാ മതിയേ. ഈ ലെഫ്റ്റ് സൈഡില് ആ ബ്രസ്റ്റിന് മേളില്, ആ ചെസ്റ്റില്, ഈ സ്പോട്ടില് ഞാൻ ഈ കൈ വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടോ? അവിടെ സാരിയുടെ ഫസ്റ്റ് ലെയറിന് താഴെ ഈ സ്പോട്ടില് ഞാൻ തൊടുന്ന ഈ സ്പോട്ട് കണ്ടോ? ഇവിടെ അമ്മയെ കർത്താവ് അവിടെ സ്പർശിക്കുന്നു. ഒരു സംശയം വേണ്ട. എന്തിനാ കരയുന്നത്? കണ്ണു തുടച്ച് എന്തിനാ കരയുന്നത്? യേശുവിനെ സൗഖ്യമാക്കാൻ വേണ്ടി വിളിക്കുമ്പോ എന്തിനാ കരയുന്നത്? പേടിച്ചു പോയോ ഇതിന്റെ കാര്യത്തില്? എത്ര നാളായി ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? ഈ ആൾക്കൂട്ടത്തിന് ഇടയിൽ എനിക്ക് ഇവിടുന്ന് പ്രോപ്പർ ആയിട്ട് ഈ ഫ്രണ്ട് നിന്ന് നോക്കി അവിടെ നിൽക്കുന്ന ആളെ കാണാൻ പറ്റുമോ നോക്കി. നിന്ന് ആ സ്പോട്ടിലേക്ക് നോക്കി ക്ലിയർ ആയിട്ട് കാണാൻ ഒക്കുവോ? പക്ഷേ അവിടെ ഇങ്ങനെ
ആ ഫോക്കസിൽ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ആ ഫ്രണ്ടിലുള്ളവരോട് മാറി നിൽക്ക്, ആ ഇടയെ നിൽക്കുന്ന മകളെ ഞാൻ തൊടുകയാണെന്ന് പറയാം. അതാണ് ഞാൻ അവരോട് ഇങ്ങനെ മാറി നിന്നിട്ട് അങ്ങോട്ട് വിളിച്ചത്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അന്നേരം പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണമെന്നൊക്കെ. ഇല്ലമ്മ, തീർന്നു കേട്ടോ. ആൻജിയോഗ്രാമും വേണ്ട, ആൻജിയോപ്ലാസ്റ്റും വേണ്ട, ഒരു ഹാർട്ട് ഓപ്പൺ സർജറിയും വേണ്ട. ഈ സെക്കൻഡിൽ തന്നെ സകല ബ്ലോക്കുകളെയും യേശുനാഥൻ കൊണ്ടുപോവാണേ. ഈ അമ്മയ്ക്ക് നേരെ എല്ലാവരും ഒന്ന് കൈ നീട്ടിക്കും. യേശുവേന്നൊന്ന് വിളിച്ചോ. ബ്ലോക്കുകൾ വിട്ടുമാറട്ടെ. സെവൻ 7.9 100% എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 80% അടഞ്ഞിരിക്കുന്ന രക്തക്കുഴലുകളുടെ മേൽ കർത്താവിന്റെ ശക്തി ഇപ്പൊ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. ഈ മകള് സൗഖ്യമാവുന്നു, ജീവൻ കയറുന്നു, കർത്താവിന്റെ ശക്തി കയറുന്നു. അതിപരിശുദ്ധമായ ദൈവമഹത്വം ഈ ശരീരത്തിലേക്ക് അടിക്കുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഈ മകളെ ചൂണ്ടിക്കാണിച്ചിട്ട് യേശുനാഥൻ പറഞ്ഞു, ഞാനതിനെ ഇന്ന് അഴിച്ചു മാറ്റുകയാണ്. ഇനി ഈ മകൾക്ക് ഇത് വേണ്ട. എന്റെ അടിപ്പിണരാൽ ഞാൻ കൊടുത്ത സൗഖ്യത്തിലേക്ക് ഞാൻ ഇവിടെ നടത്തുകയാണ്. ആ ഓപ്പറേഷൻ നടക്കുന്നു. നിങ്ങൾ എല്ലാരും കണ്ടോ? ഒന്ന് കരമടിച്ച് യേശുവിനെ സ്തോത്രം ചെയ്തു. ഒരു സർജറി നടക്കുന്നു, ഒരു ഡിവൈൻ അനസ്തേഷ്യ. ഒരു ഡിവൈൻ അനസ്തേഷ്യ കിട്ടും. അന്നേരമായി മറിഞ്ഞു പോകുന്ന പിടിച്ചോണം കേട്ടോ. ഒരു ഡിവൈൻ അനസ്തേഷ്യ ഇപ്പൊ ഇവിടെ ഉണ്ടാകും. സർജറി അത് സ്പർശിക്കപ്പെടട്ടെ. ആ ആ ആ ആ ആ ആ നിറയട്ടെ 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 നിറയട്ടെ. ഡിവൈൻ അനസ്തേഷ്യ ഉണ്ടാവട്ടെ ഇപ്പോൾ തന്നെ. ഈ ശരീരത്തിൽ നിന്ന് ആ ബാധ ഒഴിഞ്ഞു പോട്ടെ, വിട്ടുപോട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ആൻജിയോഗ്രാമും വേണ്ട, ആൻജിയോപ്ലാസ്റ്റും വേണ്ട. കണ്ണ് തുടച്ച് മിടുക്കിയായിട്ട് 100 പേരോട് പോയി സാക്ഷ്യം പറഞ്ഞോ, യേശു നിന്നെ വിടുവിച്ചിരിക്കുന്നു.